प्रभु आपने हमें दिया। प्रभु हम आगे जब वचन सुनने जा रहे हैं पवित्र आत्मा हम सबको तैयार कर, आपका अनुग्रह हम सब पे होने पाए, आपके प्रिय दास जी जॉर्ज पास्टर के ऊपर और आपके दास विल्सन रामचंद्र पास्टर जी के ऊपर होने पाए। प्रभु इन दोनों के ऊपर प्रभु आपका अनुग्रह होने पाए, सहायता करो। सारा आदर महिमा मान आपको देते हैं, मांगते प्रभु यीशु मसीह के नाम से, आमीन। हालेलुया। आज एक और समय परमेश्वर ने हमें दिया है कि आज फिर से प्रभु की उपस्थिति में प्रिय प्रभु के दास पास्टर जी जॉर्ज के साथ और पास्टर विल्सन रामचंद्र के साथ प्रभु के वचन सुनने के लिए जो अवसर प्रदान किए, इसलिए परमेश्वर को धन्यवाद करते। आगे का समय हम ना गवाते हुए पूरा समय प्रभु के दासों को देना चाहेंगे। ताली बजा के प्रभु के दासों का हम स्वागत करें। हालेलुया। ओवर टू यू जी पास्टर विल्सन रामचंद्र पास्टर। പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം കൂടെ കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ ലഭിച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുക. प्रभु की उपस्थिति में एक और आशीषित समय एक साथ प्रभु की सेवा करने का मौका मिलने के लिए मैं प्रभु को धन्यवाद देता हूँ. ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സെർമൺ ഓൺ ദ മൗണ്ട് എന്ന് പറയുന്ന ദൈവവചന ഭാഗത്തു നിന്നാണ്. इन दिनों में हम पहाड़ी उपदेश नाम के परमेश्वर के वचन के हिस्से को सीखते आ रहे हैं. കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റവും സന്തോഷത്തോടെയും സമാധാനത്തോടെയും സ്വസ്ഥതയോടെയും ജീവിക്കേണ്ടതിനുള്ള മാതൃകയാണ്, അല്ലെങ്കിൽ അതിനുള്ള വഴികളാണ് ഈ തിരുവചനത്തിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. परमेश्वर अपने इन पवित्र वचनों के द्वारा हमें हमारी जिंदगी में शांति से, चैन और आराम के साथ में जीने के कुछ तरीके या उदाहरण इन वचनों के द्वारा दिखा रहा है. സ്വസ്ഥതയില്ലാത്ത ഒരു ലോകത്തിന്റെ മധ്യത്തിൽ ശത്രുക്കളായി പെരുമാറുന്ന കുറച്ച് മനുഷ്യരുടെ മധ്യത്തിൽ സമാധാനത്തോടെയും സ്വസ്ഥതയോടെയും ജീവിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് ഈ വചനത്തിലൂടെ അഭ്യസിക്കുവാൻ കഴിയും. इस वचन के द्वारा हम इस बात को सीख सकते हैं कि अशांति से भरी इस दुनिया के बीच में कुछ लोग जो शांति को खत्म करने की कोशिश करते हैं, उनके बीच में हम किस तरह से एक चैन और शांति की जिंदगी जी सकते हैं. ലോകം പോകുന്ന വഴിക്ക് എതിരെ പോകുന്ന ഒരു വഴിയാണ് വചനത്തിൽ നമ്മൾ കാണുന്നത്. वचन में हम इस दुनिया के रास्ते से एक अलग, उसके विपरीत एक रास्ता देखते हैं. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ മാനസാന്തരം വന്നിട്ടുണ്ട് എങ്കിൽ കർത്താവിനെ അറിയുന്നതിന് മുമ്പുള്ള ജീവിതത്തിന്റെ നേരെ ഓപ്പോസിറ്റിലായിരിക്കണം ഇപ്പോഴുള്ള ജീവിതം ഉണ്ടായിരിക്കേണ്ടത്. अगर हम अपनी जिंदगी में झांक कर देखें तो अगर एक सच्चा मन फिराव हमारी जिंदगी में आया है तो आज की हमारी जिंदगी उस समय की हमारी जिंदगी के ठीक विपरीत होनी चाहिए जब हम मसीह में नहीं थे. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യത്തിൽ നിന്നായിരുന്നു. पिछले हफ्ते हमने मत्ती का सुसमाचार 6वां अध्याय उसके 38वें वचन से सुना था. അവിടെ നമ്മൾ കേട്ടു, കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന്. वहां पे हमने ये सुना था कि तुमने ये सुना है कि दांत के बदले दांत और आंख के बदले आंख. പഴയ നിയമത്തിൽ അതാണ് അതിന്റെ രീതി എങ്കിൽ തന്നെയും നമുക്കറിയാം ഇന്നും ലോകത്തിന്റെ വഴി അതാണ്. ആരെങ്കിലും നമ്മുടെ കണ്ണ് കളഞ്ഞാൽ ആ വ്യക്തിയുടെ കണ്ണ് കളയണം, അല്ലെങ്കിൽ നമ്മുടെ പല്ല് കളഞ്ഞാൽ ആ വ്യക്തിയുടെ പല്ല് കളയണം. അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന നിയമം. 5:38 में हमने देखा इस दुनिया का तरीका ये है कि अगर कोई हमारा दांत तोड़ता है तो उस दुनिया में ये तरीका है उसका दांत तोड़ा जाए, जो आंख को फोड़ता है उसकी आंख को फोड़ा जाए. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നാം കർത്താവിന്റെ പിന്നാലെ വരുമ്പോൾ നമ്മുടെ ജീവിത ശൈലിയിൽ വരുന്ന മാറ്റം ആ വാക്യങ്ങളിൽ കണ്ടത്. परंतु उन वचनों में हमने उस बदलाव को देखा जो प्रभु में आने के बाद हमारी जीवन शैली में आता है. ക്ഷമിക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ, സഹിക്കുവാൻ കഴിയുന്നുവെങ്കിൽ, ശത്രുവിനെ സ്നേഹിക്കുവാൻ കഴിയുന്നുവെങ്കിൽ നാം കർത്താവിനെ കണ്ടു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. अगर हम माफ कर पाते हैं, अगर हम सहन कर पाते हैं, अगर हम दुश्मन को क्षमा कर पाते हैं, प्रेम कर पाते हैं, तो इसका मतलब ये है कि हमने प्रभु को जान लिया है. നമ്മുടെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവന് നമ്മുടെ ഇടത്തെ ചെകിട് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതങ്ങനെ ഒരു മനസ്ഥിതി ആയിരിക്കണം നമ്മുടേത്. സ്വസ്ഥതയോടും ക്ഷമിക്കുവാനും തക്കവണ്ണം സഹിക്കുവാനും തക്കവണ്ണം ഉള്ള ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിയിരിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. इसका मतलब ये है कि अगर कोई एक गाल पर थप्पड़ मारे तो उसकी और दूसरा भी फेर दे, यानी माफ करने की एक हालत, क्षमा करने की, सहन करने की एक हालत हमारी होनी चाहिए. നിന്നോട് വ്യവഹരിച്ച് വസ്ത്രം എടുക്കുന്നവന് നിന്റെ പുതപ്പം വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവൻ നമുക്ക് അർഹതപ്പെട്ടത്, നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ
ആ വ്യക്തിയുടെ പിന്നാലെ വഴക്കടിക്കുവാൻ പോകാതെ ദൈവസന്നിധിയിലേക്ക് അത് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു മാതൃകയായി നമ്മൾ നിൽക്കുക എന്നുള്ളത് അവിടെ പഠിപ്പിക്കുന്നത്. और आगे जब हम देखते हैं कि यदि कोई तुझ पर नालिश करके तेरा कुर्ता लेना चाहे तो उसे दोहर भी ले लेने दे, तो उसका मतलब ये है कि अगर कोई व्यक्ति उस चीज को हमसे छीनने की कोशिश करता है जिस पर हमारा अधिकार है, तो उससे लड़ाई झगड़ा करने की बजाय प्रभु के हाथों में उस बात को सौंपते हुए हमें जिंदगी में आगे बढ़ना है। ഒരുത്തൻ നിന്നെ ഒരു നാഴിക പോകുവാൻ നിർബന്ധിക്കുന്നുവെങ്കിൽ അവനോടുകൂടെ രണ്ടു പോവുക എന്ന് പറഞ്ഞാൽ നാം സഹായിക്കുന്നത് പൂർണ്ണ മനസ്സോടെ ആയിരിക്കണം. അല്ലാതെ ആ വ്യക്തി എന്നെ വിളിച്ചത് കൊണ്ട് നിർബന്ധപൂർവം പോവുകയല്ല, അല്ലെങ്കിൽ ആളിന് കൊടുക്കുന്നത് നിർബന്ധപൂർവം കൊടുക്കുകയല്ല, പക്ഷെ അതിന് ഇരട്ടി കൊടുക്കുവാനുള്ള ഒരു മനസ്സുള്ള വ്യക്തിയായി സഹായിക്കുവാനുള്ള പൂർണ്ണ മനസ്സത കാണിക്കണം എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. अगला वचन जहाँ लिखा है कोई तुझे कोस भर बेगार में ले जाए तो उसके साथ 2 कोस चला जाए। इसका मतलब ये है कि अगर हम कुछ करते हैं किसी के लिए तो पूरे मन से करना, इसलिए नहीं कि कोई जबरदस्ती कर रहा है इसलिए बेमन से हम करें। अगर किसी को दे रहे हैं तो 2 गुना देने का एक मन हमें दिखाना है, यही ये वचन हमें सिखाता है। നമ്മുടെ കർത്താവ് ഇത് പഠിപ്പിക്കുക മാത്രമല്ല ചെയ്ത് കർത്താവിന്റെ ജീവിതത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. പിൽക്കാലത്ത് അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലും അത് കാണുവാനായിട്ട് കഴിയും. प्रभु ने हमें केवल ये सिखाया ही नहीं बल्कि उसकी जिंदगी में हम इस बात को देख सकते हैं, और उसके बाद प्रेरितों की जिंदगी में भी हम इस बात को देख सकते हैं। തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായി, അത് നമ്മുടെ ജീവിതം കൊണ്ടായിക്കൊള്ളട്ടെ, നമ്മുടെ നന്മകളിൽ നിന്നായിക്കൊള്ളട്ടെ, നാം മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായി, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാൻ, സ്വസ്ഥതയിലേക്ക് നയിക്കുവാൻ തക്കോണം ആഗ്രഹിക്കുന്നവരായിട്ട് തീരുക. बदले में कुछ भी पाने की उम्मीद रखे बिना दूसरों को देना, वो चाहे हमारी जिंदगी से हो चाहे हमें मिली आशीषों भलाइयों में से हो, दूसरों को शांति की ओर ले जाने के लिए कोशिश में लगे रहना। അടുത്ത വാക്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ പകൽക്കാലം, ഇന്നത്തെ രാത്രികാലം പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. आज हम उसका अगला वचन हम सीखना चाहते हैं। മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങളാണ് ആ ഒരു കോണ്ടെക്സ്റ്റിലുള്ളത്. और उस संदर्भ में मत्ती का सुसमाचार 5वां अध्याय 43 से लेकर 48 तक के वचन आते हैं। കർത്താവിന്റെ ദാസൻ അതൊന്ന് വായിച്ച് ഹിന്ദിയിൽ ഒന്ന് വായിക്കാമെങ്കിൽ സന്തോഷമായിരിക്കും. मत्ती 5 का 43 से 48 तक। तुम सुन चुके हो कि कहा गया था अपने पड़ोसी से प्रेम रखना और अपने बैरी से बैर, परंतु मैं तुमसे यह कहता हूं कि अपने बैरियों से प्रेम रखो और अपने सताने वालों के लिए प्रार्थना करो, जिससे तुम अपने स्वर्गीय पिता की संतान ठहरोगे, क्योंकि वह भले और बुरे दोनों पर अपना सूर्य उदय करता है और धर्मी और अधर्मी दोनों पर मेघ बरसाता है। क्योंकि यदि तुम अपने प्रेम रखने वालों ही से प्रेम रखो तो तुम्हारे लिए क्या फल होगा? क्या महसूल लेने वाले भी ऐसा ही नहीं करते? यदि तुम केवल अपने भाइयों ही को नमस्कार करो तो कौन सा बड़ा काम करते हो? क्या अन्य जाति भी ऐसा नहीं करते? इसलिए चाहिए कि तुम सिद्ध बनो जैसा तुम्हारा स्वर्गीय पिता सिद्ध है। വളരെ മനോഹരമായ ചില വാക്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് കാണുവാനായിട്ട് കഴിയുന്നത്. बहुत सी खूबसूरत कुछ वचनों को हम यहाँ देख सकते हैं। 43-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച സഹോദരങ്ങളെ, കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. 43वें वचन पर ध्यान दीजिए, वहां लिखा तुम सुन सके हो कि कहा गया था अपने पड़ोसी से प्रेम रखना और अपने बैरी से बैर। നമുക്ക് പലപ്പോഴും സംശയം ഉളവാക്കുന്ന ഒരു കാര്യമാണ് പഴയ നിയമത്തിലെ കാണുന്ന യഹോവയായ ദൈവവും എന്നാൽ പുതിയ നിയമത്തിൽ നാം കാണുന്ന പിതാവാം ദൈവവും തമ്മിലൊരു വലിയ വ്യത്യാസം നമുക്ക് കാണുവാനായിട്ട് കഴിയും. हमारे मन में बहुत बार एक दुविधा या शक को उत्पन्न करने वाली बात यह है कि पुराने नियम में जो परमेश्वर हमें नजर आता है और नए नियम में जो पिता परमेश्वर है, उन दोनों के बीच में बहुत फर्क नजर आता है। പഴയ നിയമത്തിന്റെ വചനഭാഗങ്ങളിലൂടെ പഠിക്കുന്ന ഒരു വ്യക്തി പലപ്പോഴും ചോദിക്കും, ദൈവം കരുണയുള്ളവനാണെങ്കിൽ, ദൈവം സ്നേഹിക്കുന്നവനാണെങ്കിൽ, ദൈവം ക്ഷമിക്കുന്നവനാണെങ്കിൽ ശത്രുക്കളോട് പോരാടുവാനും ശത്രുക്കളെ നിഗ്രഹിക്കുവാനും അവരെ കീഴ്പ്പെടുത്തുവാനും തക്കവണ്ണം എന്തുകൊണ്ടാണ് പഴയ നിയമത്തിൽ ഇസ്രായേലിനോട് ദൈവം കൽപ്പിച്ചിരിക്കുന്നതെന്ന്. पुराने नियम के वचनों को पढ़ने वाला एक व्यक्ति ये सवाल करता है कि अगर परमेश्वर दयालु है, करुणा करने वाला है, प्रेमी है, वो क्षमा करने वाला अगर है, तो फिर परमेश्वर इस्राएलियों को दुश्मनों को नाश करने की, उनको खत्म करने की, उनसे लड़ने की आज्ञा क्यों देता है?
സഹോദരങ്ങളെ, പ്രാരംഭമായി എനിക്ക് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാനുള്ളത്, ദൈവത്തിന്റെ മനസ്സ് നമ്മൾ ആരും കണ്ടിട്ടില്ല. എന്തുദ്ദേശത്തോടു കൂടിയാണ് ദൈവം അത് കൽപ്പിച്ചിരിക്കുന്നതെന്നുള്ളത് പറയുവാൻ തക്കവണ്ണം മനുഷ്യരായ നമുക്ക് കഴിയത്തില്ല. शुरुआत में जो बात बताई गई उससे जोड़कर मैं बताना चाहता हूं कि हम में से किसी ने भी परमेश्वर के मन को नहीं देखा है। परमेश्वर ने ये बात किस उद्देश्य से कही, इस बात को हम इंसान होने के नाते नहीं जान सकते। രണ്ടാമത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പൊതുവായിട്ട് പറയുകയാണ് ദൈവം പഴയ നിയമത്തിൽ ക്രൂരതയോടെ പെരുമാറിയെന്ന്. എന്നാൽ അത് ആ സാഹചര്യങ്ങളിൽ, ആ കോണ്ടെക്സ്റ്റിൽ പോയി ആ സംഭവം എന്താണെന്ന് പഠിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് തിരിച്ചറിയുന്നത് ദൈവം എന്തിനു വേണ്ടി അങ്ങനെ ചെയ്തു പലയിടങ്ങളിലുമെന്ന്. और दूसरी बात ये कि हम आमतौर पर ये कहते हैं कि पुराने नियम में परमेश्वर क्रूरता दिखाता है, पर बहुत बार अगर हम उन वचनों के संदर्भ में जाएं, उन घटनाओं के संदर्भ में जाएं, तो कई बातों में हमें ये समझ में आता है कि परमेश्वर ने उस समय ये बात किस उद्देश्य से कही, किस कारण से कही। സഹോദരങ്ങളെ, ചിലര് പറയാറുണ്ട് ഇസ്രായേലിനോട് മാത്രമേ ദൈവം സ്നേഹം കാണിച്ചിരുന്നുള്ളൂ, മറ്റു ജാതികളെ എല്ലാം നിഗ്രഹിക്കുന്ന തരത്തിലുള്ള രീതിയായിരുന്നു യഹോവയായ ദൈവം വന്ന് കൈക്കൊണ്ടിരുന്നതെന്ന്. कुछ लोग ये कहते हैं कि उस समय यहोवा परमेश्वर सिर्फ इस्राएलियों से प्रेम करता था, बाकी सारी जातियों को नष्ट करना चाहता था, वो खत्म करना चाहता था। നമുക്കറിയാം, യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം പരിശോധിക്കുമ്പോൾ രാഹാബ് എന്ന് പറയുന്ന ഒരു വേശ്യയെ ദൈവം രക്ഷിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. यहोशू 2रा अध्याय जब हम देखते हैं, हम जानते हैं कि वहां पे परमेश्वर राहाब नाम की एक वेश्या को बचाता है। എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു സ്ത്രീയാണ് ആ യെരിഹോ മതിന്മേൽ താമസിച്ചിരുന്നത്. അതുകൊണ്ട് യെരിഹോ മുഴുവനും നശിക്കുന്നതിൽ നിന്ന് അവളെ ദൈവം രക്ഷിച്ചു. अगर आप पूछे क्यों, तो उसका जवाब ये है कि वो यहोवा का भय मानने वाली एक स्त्री थी, यरीहो की शहरपना पर रहती थी, और जब यरीहो को नाश करने का समय आया तो परमेश्वर उस नाश से उसको बचा लेता है। യോശുവയുടെ പുസ്തകം 9-ാം അധ്യായം പഠിക്കുമ്പോൾ ഗിബിയോൻകാരെ ദൈവം രക്ഷിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഗിബിയോനിറ്റ്സ് ചില അടവുകളും ചില കാര്യങ്ങളൊക്കെ ചെയ്തു എങ്കിൽ തന്നെയും ദൈവം അവരെ സൂക്ഷിക്കുന്നതായിട്ട്, അവരെ നശിപ്പിക്കാതെ വണ്ണം ദൈവം അവരെ സൂക്ഷിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. यहोशू 9वें अध्याय में हम देख सकते हैं गिबोनियों के मामले में कि हालांकि गिबोनियों ने कुछ चालाकी दिखाई, लेकिन फिर भी परमेश्वर गिबोनियों को नाश होने से बचाता है, उन्हें सुरक्षित रखता है। ഇവരാരും തന്നെ ഇസ്രായേൽ മക്കളായിരുന്നില്ല, ഇവരെല്ലാവരും ജാതികളായിരുന്നു. പക്ഷേ ദൈവസന്നിധിയിലേക്ക് അഭയം പറഞ്ഞു വന്ന, ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യരെ ദൈവം സഹായിച്ചു, രക്ഷിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ये लोग इस्राएली नहीं थे, पर हम ये देख सकते हैं कि जो परमेश्वर का भय मानते हुए परमेश्वर से सुरक्षा की, शरण की गुहार लगाते हुए आए, उन सबको परमेश्वर ने बचाया, सुरक्षित रखा। യഹസ്കേൽ 33:11 യഹോവ തന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈസെക്കിയേൽ 33:11. यहेजकेल 33:11 में हम देख सकते हैं कि परमेश्वर अपने स्वभाव को प्रकट करता है। അവിടെ പറയുന്നു, എന്നാണ് ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരിഞ്ഞു ജീവിക്കുന്നതിൽ അത്രയേ എനിക്ക് ഇഷ്ടമുള്ളതെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുവിൻ, ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു എന്ന് അവരോട് പറയുക. यहेजकेल 33:11, इसलिए तू उनसे यह कहे, परमेश्वर यहोवा की यह वाणी है, मेरे जीवन की सौगंध, मैं दुष्ट के मरने से कुछ भी प्रसन्न नहीं होता। ഇവിടെ മനസ്സിലാക്കേണ്ടത്, യഹോവയായ ദൈവം പറയുകയാണ്, ലോകത്തിലുള്ള സകല മനുഷ്യരോടും പറയുകയാണ്, ദൈവത്തിനെതിരെ നിൽക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് മരിക്കുന്നത്? നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് ആശ്രയിച്ച് നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് നിങ്ങൾ തിരിയുമെന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അത് ഇസ്രായേൽ ആയിക്കൊള്ളട്ടെ, ഇസ്രായേൽ അല്ലാത്തവരായിക്കൊള്ളട്ടെ, അവർ ദൈവസന്നിധിയിൽ മരിക്കാതിരിക്കുമെന്നാണ് കർത്താവ് വചനത്തിൽ പറയുന്നത്. यहाँ पर हम देख सकते हैं कि परमेश्वर उनसे ये कह रहा है कि चाहे वो इस्राएली हो या अन्य जाति हो, ये कह रहा है कि मैं नहीं चाहता कि कोई भी मरे, परंतु ये चाहता है कि वो अपने दुष्टता के मार्ग से फिरकर जीवित रहें और अपने अपने बुरे मार्ग से फिर जाएं, और क्यों मरे या जीवित रहें। ഇന്ന് ലോകത്തിൽ പലരും ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവമക്കളാണെന്ന് പറയുന്ന വിശ്വാസികളുടെ മധ്യത്തിലും ചിലർ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ദൈവം കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ തക്കവണ്ണം കൽപ്പിച്ചതെന്ന് അന്നത്തെ കാലത്ത്. आज दुनिया में बहुत सारे लोग, और यहाँ तक कि जो विश्वासी कहलाते हैं, वो लोग भी पूछते हैं कि उन दिनों में परमेश्वर ने
बच्चों को भी नाश करने की आज्ञा क्यों दी थी? സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം ചിന്തിക്കണമേ. ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ആരായി തീരുമെന്നുള്ളത് നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നത് ദൈവത്തിനാണ്. भाइयों, एक बात हमें समझनी है कि ये बच्चे बड़े होकर क्या बनेंगे, इसे हमसे ज्यादा परमेश्वर जानता है। അവരുടെ ഭാവി മുഴുവനും അറിയുന്നവനാണ് ദൈവം. उनका पूरा भविष्य जानने वाला व्यक्ति है परमेश्वर। അത് മാത്രമല്ല, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ മരണമെന്ന് പറയുന്നത്, ഡെത്ത് എന്ന് പറയുന്നത് എൻഡ് അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. सिर्फ इतना ही नहीं, हमें एक बात और समझनी है कि परमेश्वर की नजर में मृत्यु वो एक समाप्ति नहीं है, वो अंत नहीं है मृत्यु। കർത്താവ് ഉണ്ടാക്കുവാൻ പോകുന്ന പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ഒരു പക്ഷേ ഈ തങ്ങളുടെ കുറ്റം കൊണ്ടല്ലാതെ മരിച്ചുപോയ ഈ കുഞ്ഞുങ്ങൾക്ക് ദൈവം നീതി കൊടുക്കുമായിരിക്കും അവിടെ. प्रभु जो जिस नए आकाश और नई पृथ्वी को बनाने जा रहा, हो सकता है ये बेगुनाह बच्चे जो अपने किसी अपराध के कारण खत्म नहीं हुए थे, उनको शायद परमेश्वर उस नए आकाश और नई पृथ्वी में एक न्याय दे सकता है। തങ്ങളുടെ അപ്പന്റെയും അമ്മയുടെയും തങ്ങളുടെ ജാതികളുടെയും മാർഗങ്ങൾ പിന്തുടർന്ന് ഈ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ വളർന്നു വരികയാണെങ്കിൽ അവർക്ക് അവരുടെ രക്ഷ തന്നെ നഷ്ടപ്പെട്ടു പോകും, ദൈവത്തിന് ശത്രുക്കളായി തീരും. അതിനേക്കാൾ എത്ര നല്ലതാണ് അവരില്ലാതായി തീർന്നത്. अपने माँ बाप के तौर तरीके पर, अपनी जाति, अपनी नस्ल के तौर तरीके पर अगर चलते रहेंगे तो वो बच्चे अपना उद्धार खो बैठेंगे, परमेश्वर के खिलाफ हो जाएंगे, उसके विरोधी बन जाएंगे। उससे कितना अच्छा था कि वो उस दुनिया से चले ही जाते। ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത് എന്റെ ഈ ചെറിയ ബുദ്ധിയിൽ വന്ന കുറച്ച് റീസണിങ് മാത്രമാണ് സംസാരിച്ചത്. मैं जो आपको बता रहा हूँ वो सिर्फ मेरी इस छोटी बुद्धि में जो एक दो बातें जो तर्क आए, सिर्फ वो मैं आपको बता। നമ്മള് ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ ഈ ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ വളരെ വ്യക്തമായ മറുപടി നമുക്ക് ലഭിക്കുമ്പോൾ നാം പറയും, കർത്താവേ, അവിടുന്ന് ചെയ്തത് എത്ര ശ്രേഷ്ഠമായിരുന്നു എന്ന്. जब हम प्रभु की उपस्थिति में जाएंगे, जब ये सवाल हम प्रभु से पूछेंगे और वो जब जवाब हमें देगा, तो उसे समझने के बाद हम कहेंगे कि प्रभु आपने कितनी उत्तम बात की है। അതുകൊണ്ട് ഇവിടെ ഇരുന്ന് അങ്ങനെ ചോദ്യങ്ങളുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് നാൾ കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുവാൻ മാത്രമാണ് എനിക്ക് നിങ്ങളോടുള്ള അപേക്ഷ. अगर ऐसा कोई सवाल किसी के मन में, यहाँ बैठे हुए व्यक्ति के मन में है, तो मेरा आपसे सिर्फ इतना कहना है कि थोड़ा समय और उत्तर पाने के लिए इंतजार कीजिए। നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം വളരെ വ്യക്തമായി ദൈവസന്നിധിയിൽ അന്നത്തെ ദിവസം കിട്ടും. हमारे सारे सवालों का साफ और स्पष्ट उत्तर उस दिन परमेश्वर की उपस्थिति में हमें मिल जाएगा। ദൈവം ചെയ്യുന്ന പലതും ദൈവം ചെയ്യാത്ത പലതും അതിന്റെ കാരണങ്ങൾ നാം അന്വേഷിക്കുവാൻ ശ്രമിച്ചാൽ നമുക്ക് നമ്മുടെ സ്വയബുദ്ധിയിൽ ആശ്രയിച്ച് വികലമാകാം എന്നുള്ളത് മാത്രമേ കഴിയൂ. परमेश्वर ने जो किया, परमेश्वर ने जो नहीं किया, उसके पीछे का कारण, उसको अगर हम अपनी छोटी सी बुद्धि से सोचने विचारने की कोशिश करें तो हम केवल वो उसमें असफल ही होंगे, उसके अलावा कुछ नहीं होगा। ഒരു ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വിസ്ഡം എന്ന് പറയുന്നത് വലിയൊരു സമുദ്രത്തിന് തുല്യമാണ്. अगर एक छोटा उदाहरण मैं बोलूं, परमेश्वर की बुद्धि के बारे में अगर हम सोचें तो वो एक विशालकाय समुद्र की तरह है। നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് ഒരു ചെറിയ കപ്പിനകത്തെ വെള്ളത്തിന്റെ അത്രേ ഉള്ളൂ. और हमारी बुद्धि एक छोटे से कप के अंदर रखे पानी जितनी है। നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരു സമുദ്രത്തിൽ എത്ര കപ്പ് വെള്ളമുണ്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ. अब आप सोच के देखिए कि एक समुद्र में कितने कप पानी होता है। നമ്മൾ പലപ്പോഴും സമുദ്രത്തിലെ വെള്ളത്തെ കപ്പ് കൊണ്ട് അളക്കാനാ ശ്രമിക്കുന്നത്. हम बहुत बार उस समंदर के पानी को कप से नापने की कोशिश करते हैं। നമ്മൾ മാത്രമല്ല, ലോകത്തിലുള്ള വലിയ ബുദ്ധിമാന്മാരെന്ന് പറയുന്നവരും ചെയ്യുന്നത് സമുദ്രത്തെ കപ്പ് കൊണ്ട് അളക്കാൻ ശ്രമിക്കുക. हम ही नहीं, इस दुनिया के बुद्धिमान कहलाने वाले बहुत से लोग भी बहुत बार कप से समंदर को नापने की कोशिश कर रहे हैं। എന്നാൽ പരിജ്ഞാനം ലഭിച്ച ഒരു വ്യക്തി സർവശക്തനായ ദൈവത്തിങ്കിലേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ്, ദൈവമേ, അങ്ങയുടെ ബുദ്ധി, അങ്ങയുടെ ജ്ഞാനം എത്ര അപ്രമേയമാണ്, എന്റെ ഈ കപ്പ് കൊണ്ട് അതിനെ അളക്കുവാൻ കഴിയുകയില്ല. ഞാൻ അതുകൊണ്ട് അതിനെ ഉപേക്ഷിച്ച് അങ്ങയുടെ സന്നിധിയിൽ കീഴടങ്ങുന്നു എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ വീഴും. लेकिन परमेश्वर के विवेक को पाया हुआ व्यक्ति ये कहता है कि प्रभु आपकी बुद्धि, आपका ज्ञान कितना अगम्य है, और इसलिए मैं उसको जानने की कोशिश करने को त्यागते हुए मैं आपके सामने खुद को समर्पित करता हूँ, आपके अधीन होता हूँ। ഇവിടെ നമുക്കിനി അടുത്ത വാക്യങ്ങളിലേക്ക് ഒന്ന് വരാം. 44-ാമത്തെ വാക്യത്തിലേക്ക് വരാം. हम अगले 44वें वचन की ओर आएंगे। ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. परंतु मैं तुमसे यह कहता हूं कि अपने बैरियों से
प्रेम रखो और अपने सताने वालों के लिए प्रार्थना करो। ഇത് കർത്താവ് പറയുക മാത്രമല്ല, തന്റെ ജീവിത അവസാനത്തിൽ കർത്താവ് തന്നെ കാണിച്ചു തന്നത് തന്നെയാണ്. ये प्रभु ये बात सिर्फ बोलता ही नहीं है, अपनी जिंदगी के अंत की ओर वो इस बात को करके भी दिखाता है। ക്രൂശിന്മേൽ കിടന്നുകൊണ്ട് കർത്താവ് തന്നെ തന്റെ കയ്യിൽ ആണിയടിച്ചവർക്ക് വേണ്ടി, തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി, തന്നെ വിധിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മൾ കേട്ടിട്ടുണ്ട്. क्रूस के ऊपर जब 3 किलो के ऊपर यीशु लटका हुआ था, उस समय जितनों ने उसको सजा सुनाई, जितनों ने उसको पीड़ा पहुंचाई, उसको चोट पहुंचाई, उन सब के प्रति यीशु की प्रार्थना को हमने सुना है। കർത്താവ് പ്രാർത്ഥിച്ചു, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന്. प्रभु ये प्रार्थना करता है कि हे पिता, इन्हें क्षमा कर, क्योंकि ये नहीं जानते कि ये क्या कर रहे हैं। അത് തന്നെയാണ് കർത്താവിന്റെ ദാസനായിരുന്ന സ്തേഫാനോസ് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്നത്. प्रेरितों के काम 7वें अध्याय में परमेश्वर का दास स्तिफनुस भी ऐसी ही प्रार्थना करता है। സഹോദരങ്ങളെ, ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ജ്ഞാനം കൊണ്ടോ പറ്റില്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലേ പറ്റൂ. भाइयों, हमारी बुद्धि से, हमारे ज्ञान से ऐसी प्रार्थना हम नहीं कर सकते, उसके लिए पवित्र आत्मा की सामर्थ्य जरूरी है। കാരണം പലപ്പോഴും നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്യുന്നത്, തിരിച്ച് കോപിക്കുന്നത് മറ്റുള്ളവരുടെ പ്രശ്നം കൊണ്ടല്ല, നമ്മുടെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. क्योंकि हम बहुत बार जो प्रतिक्रिया करते हैं वो दूसरों की दिक्कत के कारण नहीं, बल्कि हमारी खुद की दिक्कत के कारण हम प्रतिक्रिया कर बैठते हैं। ഞാനൊരു ഉദാഹരണം ചോദിക്കട്ടെ. നിങ്ങളിൽ പലർക്കും ഹിന്ദി മാത്രമേ അറിയത്തുള്ളൂ. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്നിട്ട് വേറൊരു ലാംഗ്വേജിൽ, സ്പാനിഷ് ലാംഗ്വേജിൽ നിങ്ങളെ ചീത്ത വിളിക്കുകയാണെന്ന് വെച്ചോ, നിങ്ങൾ എന്തെങ്കിലും പ്രതികരിക്കുവോ? मैं आपको एक अगर उदाहरण में आपको बताऊं कि आपको सिर्फ मान लो हिंदी ही आती है और आपसे कोई दूसरा व्यक्ति दूसरी भाषा में आकर, मान लो स्पेनिश भाषा में आकर आपको गाली देता है, तो आप पलट के कोई जवाब दोगे? നിങ്ങൾ നോക്കി ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. പക്ഷേ നിങ്ങളെക്കുറിച്ച് ഏറ്റവും മോശമായിട്ടുള്ള കാര്യം ആൾ പറയുന്നതെങ്കിൽ തന്നെയും നിങ്ങൾ അത് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും. हो सकता है वो व्यक्ति आपके बारे में सबसे बहुत गंदी बात बोल रहा होगा, पर आप उसको देखकर हंसते मुस्कुराते रहोगे। കാരണം എന്നാന്ന് ചോദിച്ചാൽ, നിങ്ങൾ കേട്ട വാക്കുകൾക്ക് നിങ്ങൾ വില കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ്. क्यों? क्योंकि आपने जो शब्द सुने, आपको उसका उसका कुछ अता पता ही नहीं है। അത് മാത്രമല്ല സഹോദരങ്ങളെ, നമ്മൾ അതിന് വില കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മൾ അതിനെ ഗൗരവത്തോടെ എടുക്കാത്തത്. आप उसको महत्व नहीं दे रहे, इसीलिए आपको गंभीरता से आप उसको नहीं लेते। നമ്മളെ ഒരു വ്യക്തി അപമര്യാദയായിട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ, നമ്മളെ കുറിച്ച് മോശം കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കുകയും നമ്മൾ കോപിക്കുകയും ചെയ്യുന്നതിന്റെ കാരണം ആ വ്യക്തി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തോടെ സ്വീകരിക്കുന്നത് കൊണ്ടാണ്. एक व्यक्ति जब हमें बेइज्जत करता है, हमारे बारे में बुरा भला बोलता है, तो हम इसलिए उसके खिलाफ प्रतिक्रिया करते हैं क्योंकि हम उसकी बात को गंभीरता से लेते हैं। അത് മാത്രമല്ല, ആ പറയുന്ന വ്യക്തി പറയുന്നത് മുഴുവനും നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പ്രതികരിക്കുന്നത്. और इतना ही नहीं, दूसरी बात ये कि वो व्यक्ति जो कुछ बोल रहा है उस बात पर हम विश्वास करते हैं, इसलिए हम प्रतिक्रिया करते हैं। നമ്മളെ നോക്കിക്കൊണ്ട് ഒരാൾ ഏതെങ്കിലും രീതിയിൽ പറയുകയാണെന്ന് വെച്ചോ, നമ്മൾ അമേരിക്കക്കാരനാണെന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് സഹോദരങ്ങളെ ഒരാൾ പറയാന്ന് വെച്ചാൽ, നീ അമേരിക്കക്കാരനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങളത് പറയത്തില്ല. കാരണം നമ്മൾ വിചാരിക്കും ഈ ആൾ ഭ്രാന്ത് പിടിച്ച ആളാണ്, എന്തൊക്കെയോ വട്ടോ ഒക്കെ പറയുന്നതായിട്ട് നമ്മൾ കരുതത്തുള്ളൂ. मान लो कोई आपको देखकर बोले कि तू अमरीकी है, तू अमेरिका वाला है, तो क्या आप उसको कुछ बोलोगे? आप सोचोगे ये बावला है, ये पागल है, ऐसे ही कुछ बोल रहा है। നിങ്ങൾ ഒരു പക്ഷേ ആദ്യം പറയുമായിരിക്കും, ഒരു പ്രാവശ്യം വരുമായിരിക്കും, ഓ ഇല്ല നിങ്ങൾക്ക് തെറ്റുപറ്റി, ഞാൻ അങ്ങനെയല്ല എന്ന് പറയും. എന്നിട്ട് ആ ബാക്കിയുള്ളതെല്ലാം നമ്മളങ്ങ് ഉപേക്ഷിക്കും. हो सकता है आप 1-2 बार बोले कि नहीं नहीं ऐसा नहीं है, ये मैं नहीं हूं, और जो बाकी जो बातें हैं आप उसको छोड़ देंगे। സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും നമ്മുടെ അകത്ത് ഇൻസെക്യൂർഡ് ആയിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് കോപിക്കുവാൻ്റെ കോണമിടയാകുന്നത്. भाइयों, बहुत बार हमें एकदम से जल्दी से गुस्सा इसलिए आता है क्योंकि हम अपने अंदर असुरक्षित होते हैं। എന്നാൽ ഞാൻ മറ്റൊരു വ്യക്തി പറയുന്നതനുസരിച്ച് ഡാൻസ് ചെയ്യുന്ന ഒരു പപ്പറ്റ് അല്ല എന്നും, എനിക്ക് ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുവാനുണ്ടെന്നും ഉള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ കാണുന്നതിനും കേൾക്കുന്നതിൻ്റെയും എല്ലാം പിന്നാലെ നമ്മൾ പോകുവാനും നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്യുവാനും തക്കോണം തയ്യാറാവത്തില്ല. पर हमारी जिंदगी में अगर ये एहसास है कि मैं दूसरों के इशारों पर नाचने वाली कठपुतली नहीं हूं, मेरा इससे कहीं ज्यादा बड़ा उद्देश्य है, तो जो कुछ हमें नजर आता है, जो कुछ हमें सुनाई देता है, उसके पीछे लड़ने झगड़ने के लिए हम अपना समय बर्बाद नहीं करेंगे।
നാം ഒരു വ്യക്തിയെ ശത്രുവായിട്ട് കാണുമ്പോൾ ഓർക്കുക, ആ വ്യക്തിക്ക് വരുന്ന നാശത്തെക്കാൾ കൂടുതൽ നാശമാണ് നമുക്ക് വരുന്നത്. നമ്മുടെ സ്വസ്ഥത ഇല്ലാതെ പോകുന്നു, നമ്മുടെ സമാധാനം ഇല്ലാതെ പോകുന്നു, നമ്മുടെ സമയം വേസ്റ്റ് ആകുന്നു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആ വ്യക്തിക്കെതിരെ ചിന്തിക്കുവാനും അത് പറഞ്ഞു വരുത്തുവാനും നമ്മൾ ഇടയാകുന്നു. एक व्यक्ति को जब हम अपना दुश्मन मानते हैं तो हमें ये बात याद रखनी है कि उससे कहीं ज्यादा बर्बादी हमारी होने वाली है। हमारा चैन खत्म हो जाता है, हमारी शांति खत्म हो जाती है, हमारा समय बर्बाद होता है। उस व्यक्ति के बारे में हम बुरी भली बातें इधर उधर फैलाने लग जाते हैं। അത് മാത്രമല്ല സഹോദരങ്ങളെ, ആ വ്യക്തിയെ കാണുമ്പോൾ നമ്മുടെ ബ്ലഡ് പ്രഷർ വർദ്ധിക്കും. ആ വ്യക്തിയെ കാണുമ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. ആ വ്യക്തിയോട് അടുക്കുവാൻ തക്കവണ്ണം, ആ വ്യക്തിയിലെ നന്മ കാണുവാനോ തക്കവണ്ണം നമുക്ക് അതിനെ അംഗീകരിക്കുവാനോ കഴിയാതെ വരും. सिर्फ इतना ही नहीं मेरे भाइयों, उस व्यक्ति को देखने पर हमारा ब्लड प्रेशर बढ़ जाता है, हमारे अंदर उल्टे सीधे विचार आने लगते हैं और उस व्यक्ति की भलाई को, अच्छाइयों को हम देख नहीं पाते। അതിനെ സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞ ആ ഭാഗം നിർത്തുകയാണ്. എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതം നാം നമുക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, നമ്മുടെ ജീവിതം നാം മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്നതായി തീരും. इस बात को अगर मैं एक कथन में बोलूं, एक कथन में कहकर समाप्त करूं, तो वो इस तरह से होगा कि हम अपनी जिंदगी खुद के लिए नहीं जी रहे हैं, हम दूसरे के लिए अपनी जिंदगी जीकर खत्म कर रहे हैं। നമ്മുടെ എനർജി നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് എഗൻസ്റ്റ് ആയിട്ട് പിന്നെ നാം നമ്മെ തന്നെ ഡിഫെൻഡ് ചെയ്യുവാൻ തക്കവണ്ണം ഉപയോഗിക്കും. हम खुद की ताकत का इस्तेमाल खुद की भलाई के लिए करने की बजाय दूसरों के सामने खुद का बचाव करने में अपनी ताकत लगाते हैं। ഇവിടെ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ. यहाँ प्रभु कह रहा है, मैं तुमसे कहता हूं अपने बैरियों से प्रेम रखो നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. और अपने सताने वालों के लिए प्रार्थना करो। ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കരമായ ഉപദ്രവം ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി, നിങ്ങളുടെ നന്മകളെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്ന വ്യക്തി, നിങ്ങളെക്കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഒറ്റ നിമിഷത്തിൽ നിങ്ങളുടെ മിത്രമായി തീർന്നാൽ, നിങ്ങളുടെ സ്നേഹിതനായി തീർന്നാൽ എത്ര വലിയ ലാഭമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന് ഓർത്തു നോക്കിയേ. आप एक बार सोच कर देखिए कि जिस व्यक्ति ने आपको सबसे ज्यादा सताया है, जो आपके बारे में उल्टी सीधी बातें बोलता रहा है, आपका बहुत नुकसान जिसने किया है, वो व्यक्ति एकदम से अगर आपका मित्र बन जाता है, आपका दोस्त बन जाता है, तो आप सोच कर देखिए कितने बड़े लाभ की वो आपके लिए फायदे की बात होगी। നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എത്ര വലിയ സ്വസ്ഥതയാ വരുന്നത്, എത്ര വലിയ സമാധാനമാ വരുന്നത്, എന്തോ ഒരു സന്തോഷവും റിലീഫുമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവുന്നത്. आपके दिल के अंदर कितनी बड़ी शांति आएगी, कितना बड़ा चैन और एक राहत आपको मिलेगी। ഇവിടെ വചനം പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, വളരെ പ്രാക്ടിക്കലായിരിക്കുന്ന ഒരു വഴിയാ കർത്താവ് പറയുന്നത്. നിങ്ങളുടെ ചുറ്റുപാടും ഒന്ന് നോക്കിയേ, നിങ്ങളുടെ സമാധാനം കളയുകയും നിങ്ങളുടെ സ്വസ്ഥത കളയുകയും നിങ്ങളുടെ നന്മയ്ക്കെതിരെ നിൽക്കുന്ന ശത്രുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കർത്താവ് പറയുന്നു, നിങ്ങൾ ഇനി അവരെ ശപിക്കാൻ പോകരുത്, അവരെ കാണുമ്പോൾ മുഖം വീർപ്പിക്കാൻ പോകരുത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവരുടെ പേരും കൂടെ ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. प्रभु यहाँ पर कह रहा है अपने बैरियों से प्रेम करो। प्रभु एक बहुत ही व्यवहारिक बात यहाँ पर कह रहा है कि जो आपके खिलाफ काम करता है, जो आपकी भलाइयों को रोकने की कोशिश करता है, जो आपका नुकसान करता है, उसको दुश्मन मानने की बजाय, उसको श्राप देने की बजाय, उसको कोसने की बजाय आपको ये करना है कि आप अपनी प्रार्थना की सूची में उसका भी नाम जोड़कर प्रार्थना करें। उसको देखकर मुंह फुलाने की बजाय अपनी प्रार्थना की सूची में उसका नाम भी शामिल करें। ഞാൻ വളരെ വ്യക്തമായി നിങ്ങളോട് പറയുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും ഈ വാക്കുകൾ ഗൗരവത്തോടെ എടുത്തു നോക്കിയാൽ നിങ്ങളുടെ ജീവിതം മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. मैं आपसे कहना चाहता हूं, अगर कोई भी इन वचनों को गंभीरता से लेगा तो आप अपनी जिंदगी को बदलते हुए देखेंगे। പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നുവോ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കുന്നുവോ, നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടി, വൈഫിന് വേണ്ടി, അപ്പന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കുന്നുവോ, അതേ ആത്മാർത്ഥതയോടെ നിങ്ങൾക്ക് ശത്രുക്കളായിരിക്കുന്ന വ്യക്തികളുടെ പേരെടുത്ത് പറഞ്ഞ് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ഈ ദിവസങ്ങളിൽ ആ ശത്രു നിങ്ങളുടെ സ്നേഹിതനായി അല്ലെങ്കിൽ സ്നേഹിതയായി മാറും. प्रार्थना करने का मतलब जैसे आप खुद के लिए प्रार्थना करते हैं, जैसे आप अपने बच्चों के लिए प्रार्थना करते हैं, जैसे आप अपने पति के लिए प्रार्थना करते हैं, जैसे आप अपनी पत्नी के लिए, अपने माँ बाप के लिए प्रार्थना करते हैं, उसी सच्चाई से, उसी ईमानदारी के साथ में आप अपने शत्रु का नाम लेकर आप प्रार्थना करें। अगर आप ऐसा करेंगे तो इन्हीं दिनों में जल्द ही वो दुश्मन आपका मित्र बन जाएगा।
സദൃശ്യവാക്യങ്ങൾ 21:1 ഒരു മനോഹര വാക്യമുണ്ട്. സദൃശ്യവാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു, രാജാക്കന്മാരുടെ ഹൃദയം നീർത്തോട് കണക്കെ എന്റെ കരങ്ങളിലിരിക്കുന്നു, എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് ഞാൻ അതിനെ തിരിക്കുന്നുവെന്ന് മനോഹരമായ ഒരു വാക്യം പറയുന്നുണ്ട്. नीति वचन 21 का 1 में एक बहुत ही खूबसूरत वचन है जहाँ पे लिखा है कि राजा का मन नालियों के जल की समान यहोवा के हाथ में रहता है और जिधर वह चाहता उधर उसको मोड़ देता है। അതിന്റെ അർത്ഥം ഈ ലോകത്തിലുള്ള ഏത് മനുഷ്യരുമായിക്കൊള്ളട്ടെ, അവരുടെ ഹൃദയത്തെ നമുക്ക് അനുകൂലമായിട്ട് തീർക്കുവാൻ തക്കവണ്ണം കർത്താവിന് കഴിയും. इसका मतलब ये है कि इस दुनिया का कोई भी व्यक्ति चाहे हमारे खिलाफ क्यों ना हो, हमारा परमेश्वर उसको हमारे पक्ष में मोड़ सकता है। അതുകൊണ്ട് ഇന്നത്തെ രാത്രി ഒരു വലിയ രഹസ്യമാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മളെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്ന വ്യക്തി, അത് നമ്മുടെ നൈബർ ആയിക്കൊള്ളട്ടെ, നമ്മുടെ ജോലി സ്ഥലത്തായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുന്ന വഴികളിലായിക്കൊള്ളട്ടെ, എവിടെയും ആയിക്കൊള്ളട്ടെ, നമ്മുടെ സ്വസ്ഥതയ്ക്ക് നഷ്ടം വരുത്തുന്ന രീതിയിൽ നമ്മളെ ഉപദ്രവിക്കുന്ന വ്യക്തിയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവെ ആ വ്യക്തിയുടെ ഹൃദയത്തെ എനിക്ക് അനുകൂലമാക്കി തരണമേ, ആ വ്യക്തി ഞാൻ അനുഭവിക്കുന്ന സന്തോഷം അനുഭവിപ്പാൻ തക്കവണ്ണം ആ വ്യക്തിയുടെ ജീവിതത്തെ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ 100% അത്ഭുതം നമ്മുടെ മുമ്പിൽ കാണുവാനായിട്ട് കഴിയും. भाइयों, एक बहुत बड़ा भेद आज हम पर प्रकट हुआ है, वो ये कि जो व्यक्ति हमारे खिलाफ है, जो हमें सबसे ज्यादा सताता, चाहे वो हमारा पड़ोसी हो, हमारी नौकरी की जगह पर कोई व्यक्ति हो, या जिस रास्ते से हम होकर गुजरते हैं उधर वाला कोई व्यक्ति जो हमारे चैन को खत्म करता है, हमारे खिलाफ काम करता है, उस व्यक्ति के लिए जब आप प्रार्थना करेंगे उसका नाम लेकर कि प्रभु उसके मन को तू मेरे अनुकूल बना, मेरे पक्ष में बना, जो शांति मुझे मिली है, जो आनंद मुझे मिला है वो उसको भी मिलने पाए। अगर आप पूरी सच्चाई से, ईमानदारी से ये प्रार्थना करेंगे तो हम अपनी जिंदगी में एक अद्भुत काम देखेंगे। ഇതിനകത്തൊരു വലിയ രഹസ്യമുണ്ട് സഹോദരങ്ങളെ. ഇയ്യോബിന്റെ പുസ്തകം 31 അധ്യായത്തിന്റെ 29-30 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു, വൈരിയുടെ അല്ലെങ്കിൽ ശത്രുവിന്റെ നാശത്തിൽ നമ്മൾ ഒരിക്കലും സന്തോഷിക്കരുത്. പഴയ നിയമത്തിലെ വിശുദ്ധനായിരുന്ന ഇയ്യോബ് പോലും അങ്ങനെ ചെയ്തിരുന്നില്ല. अय्यूब की पुस्तक उसका 31वां अध्याय, उसमें हम देख सकते हैं 29वां वचन कि अपने बैरी के नाश से आनंदित नहीं होना है। पुराने नियम का एक भक्त वो ये कहता है कि अपने बैरी के नाश से आनंदित नहीं होना है। അവിടെ എഴുതിയിരിക്കുന്ന വാക്യം നോക്കിയേ, എന്റെ വൈരിയുടെ നാശത്തിങ്കിൽ ഞാൻ സന്തോഷിക്കുകയോ അവന്റെ അനർത്ഥത്തിങ്കിൽ ഞാൻ നിഗളിക്കുകയോ ചെയ്തു എങ്കിൽ അവന്റെ പ്രാണനാശം ഇച്ഛിച്ച് ഞാൻ പാപം ചെയ്യുവാൻ എന്റെ വായെ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. वहां देखिए अय्यूब 31 का 29 और 30, यदि मैं अपने बैरी के नाश से आनंदित होता या जब उस पर विपत्ति पड़ी तब उस पर हंसा होता, परंतु मैंने न तो उसको शाप देते हुए और न उसके प्राणदंड की प्रार्थना करते हुए अपने मुंह से पाप किया है। ഹൃദയത്തിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇല്ലാതിരുന്ന, ദൈവഭയം മാത്രമുണ്ടായിരുന്ന ഒരു ഭക്തന് ഈ ഒരു വലിയ ജ്ഞാനം ലഭിക്കുന്നു എങ്കിൽ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ള ദൈവത്തിന്റെ സ്വന്തം മക്കളായി തീർന്ന നമുക്ക് എത്ര ശ്രേഷ്ഠമേറിയ ജ്ഞാനം ലഭിക്കേണ്ടിയിരിക്കുന്നു സഹോദരങ്ങളെ. जिस व्यक्ति के अंदर परमेश्वर का आत्मा नहीं था, सिर्फ परमेश्वर का भय था, अगर उसको इतनी बुद्धि, इतना ज्ञान परमेश्वर ने दिया, तो जिस परमेश्वर की संतान हमारे अंदर, हम जो परमेश्वर की संतान है और परमेश्वर का आत्मा हमारे अंदर बसता है, हमें कितनी श्रेष्ठ बुद्धि और ज्ञान मिलना चाहिए। സദൃശ്യവാക്യങ്ങൾ 24 അധ്യായം 17-18 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. Proverbs chapter 24 verse 17 and 18, നിന്റെ ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത്, അവൻ ഇടറുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദിക്കരുത്. യഹോവ കണ്ടിട്ട് അവൻ ഇഷ്ടക്കേടാകുവാനും തന്റെ കോപം അവങ്കിൽ നിന്ന് മാറ്റിക്കളയുവാനും മതി. नीति वचन 24 का 17 और 18, जब तेरा शत्रु गिर जाए तब तू आनंदित न हो, और जब वह ठोकर खाए तब तेरा मन मगन न हो। कहीं ऐसा न हो कि यहोवा यह देखकर अप्रसन्न हो और अपना क्रोध उस पर से हटा ले। സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ശത്രുക്കൾക്ക് എന്തെങ്കിലും, നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ, അവർക്ക് എന്തെങ്കിലും നഷ്ടം വരുമ്പോൾ, അവർക്ക് എന്തെങ്കിലും ആപത്തും അനർത്ഥങ്ങളും വരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ സന്തോഷം ഉണ്ടാവാറുണ്ടോ? भाई और बहनों, थोड़ा सोच कर देखिए, हमारे सताने वालों की जिंदगी में जब कोई कुछ गलत होता है, उनका जब नुकसान होता है, उनको जब कोई चोट पहुंचती है, तो क्या जाने अनजाने हमारे अंदर कोई खुशी आती है?
നമ്മൾ എന്തിന് ശത്രുക്കളെന്ന് പറയുന്നു? നമ്മുടെ സഭയിലുള്ള സഹോദരങ്ങളുടെ ജീവിതത്തിൽ തന്നെ എടുത്തു നോക്ക്. നമ്മളെക്കാൾ കൂടുതൽ ചിലർ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുമ്പോൾ, നമ്മുടെ ശുശ്രൂഷയേക്കാൾ കൂടുതൽ ചിലരുടെ ശുശ്രൂഷ സ്വർഗം മാനിച്ച് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ നമുക്കറിയാതെ ഒരു അസൂയ അവരോട് തോന്നാറില്ലേ സഹോദരങ്ങളെ? दुश्मनों की बात छोड़ो, हमारे साथी विश्वासियों की बात को अगर देखो, अगर किसी को हमसे ज्यादा आशीष मिल रही है, अगर कोई किसी की सेवकाई हमसे ज्यादा आगे बढ़ रही है, फल फूल रही है, तो क्या भाइयों और बहनों हमारे अंदर उनके प्रति एक ईर्ष्या, एक जलन नहीं आती है? നമ്മളൊന്ന് ഓർത്തു നോക്കിയേ, ശത്രുതാ മനോഭാവം നമ്മുടെ ഹൃദയത്തിൽ എത്ര വലുതാണ്. സഹോദരി സഹോദരന്മാരുടെ മധ്യത്തിൽ, ദൈവസഭയുടെ മധ്യത്തിൽ തന്നെ ശത്രുത നമ്മുടെ ഹൃദയത്തിലില്ലേ? आप सोच कर देखिए कि ये दुश्मनी का भाव हमारे दिल में कितना ज्यादा है। परमेश्वर की कलीसिया के अंदर ही, परमेश्वर की संतानों के बीच में ही आपस में क्या ये शत्रुता का भाव नहीं है? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അത് നമ്മളെ നശിപ്പിക്കുക മാത്രമല്ല, ദൈവത്തിന് നമ്മളോടുള്ള പ്രസാദം ഇല്ലാതാക്കുകയും നമ്മുടെ ആത്മീകവും ഭൗതികവുമായ വളർച്ചയെ അത് തടയുകയും ചെയ്യും. मुझे सुनने वाले भाई और बहनों, ये सिर्फ हमें नाश ही नहीं करता है, बल्कि हमारे प्रति परमेश्वर की प्रसन्नता को खत्म करता है और हमारे लिए वो एक बर्बादी की ओर हमें लेकर जाता है। ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് 4 മക്കളുണ്ടെന്ന് കരുതിക്കെ, അതിൽ ഒരു കുഞ്ഞ് ഒത്തിരി അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട്, മറ്റേ കുഞ്ഞിന് അത്രയും അനുഗ്രഹം വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു കുഞ്ഞിനെ വെറുക്കുകയും മറ്റേ കുഞ്ഞിനെ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യാറുണ്ടോ? मान लो आपके 4 बच्चे हैं, उनमें से एक को ज्यादा आशीष मिल रही है और एक को इतनी आशीष नहीं मिल रही है, तो जिससे ज्यादा आशीष मिल रही है क्या आप उससे ज्यादा प्रेम करेंगे, और जो इतना अच्छा नहीं कर रहा है क्या उससे आप नफरत करेंगे? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, സഭയിലുള്ള സഹോദരങ്ങളെ നമ്മുടെ സ്വന്തം സഹോദരങ്ങളായിട്ട് കാണുകയാണെങ്കിൽ, ഒരാൾ കൂടുതൽ ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെടുന്നുവെങ്കിൽ അതോർത്ത് നമ്മൾ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. ഹല്ലേലൂയ! അവിടെയാണ് കർത്താവ് നമ്മളിൽ പ്രസാദിക്കുന്നത്. मेरे भाई और बहनों, कलीसिया के भाइयों और बहनों को अगर हम सगे भाई बहन की तरह देखते हैं, तो अगर किसी को ज्यादा आशीष मिल रही है तो हमें उसमें आनंदित होना चाहिए। ये है हमें जो करना है। ഏതെങ്കിലും ഒരു ദൈവദാസനെ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കേണ്ടതെന്ന് അറിയാമോ? കർത്താവെ, എന്നെ ഉപയോഗിക്കുവാൻ കഴിയാത്തിടത്ത് ആ വ്യക്തിയെ ഉപയോഗിക്കുവാൻ കഴിയുന്നത് ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു. കാരണം എങ്ങനെയായാലും അങ്ങയുടെ നാമമാണല്ലോ മഹിമപ്പെടുന്നത്. अगर किसी एक परमेश्वर अपने किसी एक दास को अगर बहुतायत से इस्तेमाल कर रहा है, तो हमें क्या सोचना चाहिए कि प्रभु, जहां पर मैं इस्तेमाल नहीं हो पा रहा, वहां पर आप उस दास को इस्तेमाल कर रहे हैं, इससे मैं आनंदित हूं। ये मन विचार हमारे मन में आना चाहिए कि क्योंकि प्रभु चाहे जो भी हो, नाम तो आप ही के नाम की महिमा तो आप ही के नाम की हो रही है। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ആ ഒരു ഹൃദയം നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിന് എത്ര വലിയ മാറ്റമാണ് ഉണ്ടാകുന്നതെന്നറിയാം. നമ്മുടെ ശുശ്രൂഷകൾക്ക് എത്ര വലിയ അനുഗ്രഹവും സമൃദ്ധിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നറിയാമോ? अगर ये सोच हमारे अंदर आ जाए तो भाई और बहनों, पता है हमारी जिंदगी में कितना बड़ा बदलाव आएगा, हमारी सेवकाई में कितनी बड़ी आशीषें आएंगी। നമ്മുടെ ജീവിതത്തിന്റെ നന്മയെ നമ്മൾ നോക്കാതെ മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ നന്മയെ തടയുവാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. हम अपनी जिंदगी की भलाइयों को देखने की बजाय दूसरों की जिंदगी में आने वाली भलाइयों को रोकने की कोशिश कर रहे हैं। അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കുകയാണ്. और उससे हो क्या रहा है, हम खुद को नाश कर रहे हैं। നമ്മളൊരു കാര്യം ചിന്തിക്കണമേ, ദൈവം അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മൾ ആരും തന്നെ ഈ അനുഭവത്തിൽ വരത്തില്ലായിരുന്നു. आप सोचिए, अगर परमेश्वर भी ऐसा सोचता तो आज हम में से कोई भी इस अनुभव की ओर नहीं आ पाता। റോമാലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാനൊരു വാക്യം നിങ്ങളെ കാണിച്ചു തരാം. रोमियो 12वें अध्याय में एक वचन मैं आपको दिखाता हूँ। അവിടെ 1-2 വാക്യങ്ങളുണ്ട്. 14-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, ശപിക്കാതെ അനുഗ്രഹിക്കുവിൻ. वहां पे एक 14वां वचन है, अपने सताने वालों को आशीष दो, श्राप न दो। 15-ാമത്തെ വാക്യം നോക്കിയേ. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവിൻ. 15वां वचन देखिए, आनंद करने वालों के साथ आनंद करो और रोने वालों के साथ रो। 17-18 വാക്യങ്ങളിൽ നോക്കിയേ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കുവിൻ. 17 और 18 वचन, बुराई के बदले किसी से बुराई न करो, जो बातें सब लोगों के निकट भली हैं उनकी चिंता किया करो, जहां तक हो सके तुम भरसक सब मनुष्यों के साथ मेल मिलाप रखो। താഴേക്ക് എഴുതുമ്പോൾ വാക്യത്തിൽ പറയുന്നു, 19-20 വാക്യത്തിൽ, പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുക്കുവിൻ, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു.
19वां वचन, हे प्रियो बदला न लेना परंतु परमेश्वर के क्रोध को अवसर दो, क्योंकि लिखा है बदला लेना मेरा काम है, प्रभु कहता है मैं ही बदला दूंगा। നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്നുവാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കുവാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. 20वां वचन, यदि तेरा बैरी भूखा हो तो उसे खाना खिला, यदि प्यासा हो तो उसे पानी पिला, क्योंकि ऐसा करने से तू उसके सिर पर आग के अंगारों का ढेर लगाएगा। എന്താണ് തലമേൽ തീക്കനൽ കുന്നിക്കുമെന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? ये आग पर अंगारों का ढेर लगाने का मतलब क्या है? എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയും മാത്രമേ ഉള്ളൂ, നീ നിന്റെ ശത്രുവിനെ ജയിക്കുമെന്ന് അതിന്റെ അർത്ഥം. इसका मतलब सिर्फ इतना है कि आप अपने दुश्मन को जीत लेंगे। അതിന്റെ അർത്ഥം ഇതാണ്, ഇനി ഒരിക്കലും അവൻ നിന്റെ ശത്രു ആയിരിക്കുകയില്ലെന്ന് അതിന്റെ അർത്ഥം. നീ അവനെ കീഴ്പ്പെടുത്തിയെന്ന് അതിന്റെ അർത്ഥം. इसका मतलब ये है कि अब वो आपका दुश्मन नहीं रहेगा, आपने उसको अपने अधीन कर लिया है। 21ാമത്തെ വാക്യം പറയുന്നു, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. 21वां वचन कहता है बुराई से न हारो परंतु भलाई से बुराई को जीत लो। എന്ന് പറഞ്ഞാൽ ശത്രുവിന് വിശക്കുമ്പോൾ നീ അവന് തിന്നാൻ കൊടുക്കുകയാണെങ്കിൽ, ശത്രുവിന് ദാഹിക്കുമ്പോൾ നീ അവന് കുടിക്കാൻ കൊടുക്കുകയാണെങ്കിൽ, നീ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുകയല്ലേ ചെയ്യുന്നത്. यानी इसका मतलब जब दुश्मन को प्यास लगे और आप उसको पानी पिलाते हैं, दुश्मन को भूख लगे तो आप उसको खाना खिलाते हैं, तो इसका मतलब आप बुराई को भलाई से जीत रहे हैं। അവന്റെ കയ്യിൽ വാളിരിക്കുമ്പോൾ നീയും വാളെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്റെയും അവന്റെയും ശത്രുത്വം രണ്ടിരട്ടിയായി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. जब उसके हाथ में तलवार है और आप भी अगर तलवार उठा रहे हैं, तो इसका मतलब आप दोनों की जो दुश्मनी है वो 2 गुना बढ़ रही है। ഒരു കാര്യം ഓർത്ത് നോക്കി, അവന്റെ കയ്യിൽ വാളിരിക്കുക, അവനെ ജയിക്കാൻ തക്കവണ്ണം നീ തോക്കിന് വേണ്ടി പോയി തോക്കും കൊണ്ട് വന്ന് അവനെ വെടിവെച്ചിടുകയാണെങ്കിൽ നിന്റെ ജീവിതകാലം മുഴുവൻ നീ നശിപ്പിക്കുക, നീ ജയിലിൽ കിടന്നുകൊണ്ട് നിന്റെ ജീവിതകാലം കളയും, നിന്റെ കുടുംബം തകരും. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ശത്രുത കൊണ്ട് നമ്മുടെ ജീവിതം മുഴുവനും തീരുക മാത്രമല്ല, നമ്മളോട് ചേർന്നിരിക്കുന്നവരുടെ ജീവിതം കൂടെ തീരുവാനിടയായി തീരും. आप सोच कर देखिए कि अगर शत्रु के हाथ में तलवार है और आप उससे लड़ने के लिए, उस पर जीतने के लिए बंदूक लेने के लिए जाते हैं, बंदूक लाते हैं, गोली आप मारते हैं, वो शत्रु को आप मारते हैं, पर उसके साथ साथ आप खुद अपनी जिंदगी को बर्बाद कर रहे हैं। आप जिंदगी भर जेल में सड़ते रहेंगे, सिर्फ आप ही नहीं आपका परिवार बिखर जाएगा। आप देखिए आपने शत्रु को तो मार दिया, लेकिन उसके साथ साथ आप खुद अपनी जिंदगी को बर्बाद कर बैठे। എന്നാൽ നമ്മളൊന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ, ദൈവകരങ്ങളിലേക്ക്, പ്രതികാരത്തിന് വേണ്ടി ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, ആ വ്യക്തിയെ നേടുന്നതോടുകൂടി ഹല്ലേലൂയ, എന്തെല്ലാം ശത്രു ഒരുക്കിയിരുന്ന എന്തെല്ലാം തന്ത്രങ്ങളിൽ നിന്ന് തകർച്ചയിൽ നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിയും. अगर आप उसको माफ कर देते, अगर आप उस बदला लेने के काम को परमेश्वर पर अगर छोड़ देते, तो न केवल आप उस दुश्मन को जीत लेते, बल्कि शत्रु शैतान ने आपके खिलाफ जितनी चालाकियां, जितने जो जाल आपके लिए बिछाए थे, उन सब से आप बाहर आ पाते। ഞാനൊരു കാര്യം, ഒരു വചനം നിങ്ങളെ ഒന്ന് കാണിച്ചു തരട്ടെ സഹോദരങ്ങളെ. ദൈവത്തിന് ശത്രുവായിരുന്ന നമ്മളോട് ദൈവം ശത്രുത കാണിക്കാതെ ദൈവം നമ്മുടെ മിത്രമായി തീരുവാൻ ഇടയായതുകൊണ്ടല്ലേ നമുക്കിന്ന് ദൈവത്തിന്റെ മക്കളായി തീരുവാൻ കഴിഞ്ഞത്. मैं आपको एक वचन दिखाना चाहता हूं कि जब हम परमेश्वर के बैरी ही थे, उस समय भी परमेश्वर ने हमसे बैर नहीं रखा, बल्कि हमारे प्रति मित्रता दिखाई, और उसने हमारे प्रति मित्रता दिखाई, हमसे प्रेम किया, इसीलिए तो आज हम परमेश्वर की संतान बन पाए हैं। റോമാലേഖനം 5-ാം അധ്യായത്തിലെ 8ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. रोमियो 5 का 8 पढ़कर देखिए। അവിടെ എഴുതിയിരിക്കുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. रोमियो 5 का 8, परंतु परमेश्वर हम पर अपने प्रेम की भलाई इस रीति से प्रकट करता है कि जब हम पापी ही थे तभी मसीह हमारे लिए मरा। ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, നമ്മൾ പാപിയാന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ ശത്രുവായിരുന്നു. നാം ദൈവത്തിന്റെ ശത്രുപക്ഷത്ത് നിന്നു. പക്ഷേ ദൈവം നമ്മളോട് പ്രതികാരം കാണിക്കാതെ തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്ന് നിരപ്പിന്റെ വഴി കാണിച്ച് നമ്മളെ സ്നേഹിച്ചത് കൊണ്ട് ഇന്ന് നോക്കിയേ, എത്ര പേർക്ക് സ്വസ്ഥതയുണ്ടെന്ന് നോക്കിയേ. ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വന്നില്ലേ? ഹല്ലേലൂയ, എത്ര വലിയ ശ്രേഷ്ഠമേറിയ പദവി നമുക്ക് കിട്ടിയില്ലേ? പ്രത്യാശ കിട്ടിയില്ലേ? സഹോദരങ്ങളെ, ശത്രുവിനെ സ്നേഹിക്കുന്നതിനോടുകൂടി ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. आप सोचकर देखिए कि वो पापी होने का मतलब हम परमेश्वर के बैरी ही थे, पर परमेश्वर ने हमारे प्रति बैर नहीं दिखाया, दुश्मनी हमसे नहीं निकाली, उसने हमसे प्रेम किया, हमें वो क्षमा करता है। आप देखिए उसके ऐसा करने के कारण हमें क्या मिला, हमें कितना बड़ा स्थान, ओहदा मिला, कितनी बड़ी आशा हमारी जिंदगी में मिली।
कितना बड़ा बदलाव हमारी जिंदगी में आया। मेरे भाइयों और बहनों, जब हम दुश्मन को माफ करते हैं तो इतना सब कुछ हम अपनी जिंदगी में पा सकते हैं। ഇതിന്റെ എല്ലാം കാരണം എന്താണെന്നറിയാമോ? നമ്മളിൽ ഈ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ, നമ്മുടെ സ്വഭാവം മാറുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ വാക്യങ്ങളിലേക്ക് മടങ്ങി വരാം. മത്തായിയുടെ സുവിശേഷം 6:45 പറയുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും തന്റെ മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നുവല്ലോ. जब हमारी जिंदगी में ये बदलाव आता है, जब हमारी जिंदगी में ये आशा आती है, तो 45वां वचन जहां पे हम देखते हैं कि वो उससे क्या होता है, हमारे अंदर एक हमारा स्वभाव बदलता है, जिससे हम अपने स्वर्गीय पिता की संतान ठहरते हैं, क्योंकि वह भले और बुरे दोनों पर अपना सूर्य उदय करता है और धर्मी और अधर्मी दोनों पर मेघ बरसाता है। സഹോദരങ്ങളെ, അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മളെല്ലാം ലോകത്തോട് പറയുകയാണ് നമ്മൾ ദൈവമക്കളാണെന്ന്. വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. എന്നാൽ ദൈവത്തിന്റെ സ്വഭാവം നമ്മളിൽ കാണുവാൻ തക്കവണ്ണം ഈ ലോകത്തിന് കഴിയുന്നില്ല. भाई और बहनों, इसका क्या मतलब है कि हम परमेश्वर की संतान हैं, परमेश्वर के बेटे बेटी हैं, पर हम कह रहे हैं, पर दुनिया को ये नजर नहीं आ रहा है। കാരണം എന്തെന്ന് ചോദിച്ചാൽ, അവര് ദൈവത്തെ നോക്കുമ്പോൾ അവർക്ക് ലോകത്തിന്റെ കാര്യം മനസ്സിലാകുന്നുണ്ട്. നല്ലവരുടെ മേലും അല്ലാത്ത ദുഷ്ടന്മാരുടെ മേലും അവൻ തന്നെ മഴ അയക്കുന്നുണ്ട്. നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും അവൻ തന്റെ സൂര്യനെ ഉദിപ്പിക്കുന്നുണ്ട്. ദൈവം ഒരു പക്ഷപാതവും കാണിക്കുന്നില്ല. ദൈവം ശത്രുക്കളോടും സ്നേഹത്തോടു കൂടി ഇടപെടുന്നു. എന്നാൽ ദൈവത്തിന്റെ മക്കളെന്ന് പറയുന്ന നമ്മൾ ശത്രുക്കളോട് സ്നേഹത്തോട് ഇടപെടുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ മധ്യത്തിൽ തന്നെ ശത്രുക്കളെ ഉണ്ടാക്കുന്നു. क्योंकि जब वो दुनिया वाले जब परमेश्वर को देखते हैं, तो वो देखते हैं कि परमेश्वर भले और बुरे दोनों पर अपना सूर्य उदय करता है, वो धर्मी अधर्मी दोनों पर मेघ बरसाता है, वो किसी का पक्षपात नहीं करता, वो सबके साथ भलाई करता है। लेकिन जब उसकी संतान कहने आने वाले हम लोगों को जब दुनिया देखती है, तो न सिर्फ उनको ये नजर आता है कि हम दुश्मन से दुश्मनी निकालते हैं, बल्कि उसके अलावा उनको ये दिखता है कि हमारे बीच में ही आपस में दुश्मनी है। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടെ നമ്മൾ ഈ വചനങ്ങളെ ഏറ്റെടുക്കണമേ. ഇത് വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ തിരുവായ് മുടിഞ്ഞു പറഞ്ഞ വചനങ്ങളാണ്. परमेश्वर के जनों, इन वचनों को हमें बहुत ही गंभीरता से लेना है, क्योंकि खुद हमारे प्रभु ने अपने मुंह से ये वचन कहे हैं। ഇവിടെ ഇരിക്കുന്ന ആരുടെയും ഹൃദയത്തിൽ ഇനി ഒരു വ്യക്തിയോട് പകയോ വിദ്വേഷമോ ഉണ്ടാകുവാൻ കോണം പാടില്ല. यहाँ बैठे हुए किसी भी व्यक्ति के मन में किसी के भी प्रति बैर या कड़वाहट नहीं होनी चाहिए। നമ്മുടെ കർത്താവിന്റെ സഭയിലെ കർത്താവിന്റെ മേശയെടുക്കുന്ന സമയത്ത് വളരെ പക്വതയോടും വളരെ വിശുദ്ധതയോടും നമ്മൾ പറയാറുണ്ട്, ഇതിനകത്തിരിക്കുന്ന സഹോദരങ്ങൾ തമ്മിൽ ഒരു പ്രയാസമോ പ്രശ്നമോ ഭാരമോ ഉണ്ടാകരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും രമ്യതപ്പെട്ടിട്ട് വേണം കർത്താവിന്റെ മേശയിൽ നിന്ന് അപ്പം നുറുക്കുവാനെന്ന്. कलीसिया में जब प्रभु भोज की सेवकाई में हम शामिल होते हैं, तो बड़ी परिपक्वता से, बड़ी शुद्धता पवित्रता के साथ में हम कहते हैं कि यहाँ पे जितने लोग बैठे हैं उनमें आपस में किसी तरह की कोई अगर दिक्कत है तो आपस में मेल मिलाप करें, एक मन के साथ मेल मिलाप के साथ फिर प्रभु भोज की ओर हाथ बढ़ाएं। ആർക്കെങ്കിലും പരസ്പരം എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ആദ്യം നിങ്ങൾ അതിനകത്ത് ഒത്തുതീർപ്പുവാക്കിയിട്ട് പരസ്പരം പറഞ്ഞു തീർത്ത് രമ്യതപ്പെട്ട പരസ്പരം ക്ഷമ പറഞ്ഞതിന് ശേഷം മാത്രമേ കർത്താവിന്റെ മേശയിലേക്ക് കൈനീട്ടാവൂ എന്ന് ശുശ്രൂഷകൻ പലതവണ ആവർത്തിച്ചു പറയാറുണ്ട്. और परमेश्वर का दास या सेवक कई बार ये इस बात को बोलता है कि अगर किसी के मन में आपस में कोई मन मुटाव है, कोई दिक्कत है, कोई परेशानी है, तो पहले एक दूसरे से माफी मांगे, एक दूसरे के साथ मेल मिलाप करें, सुलह करें, आपस में निपटारा करें, उसके बाद में इसमें शामिल हो। അതല്ല എങ്കിൽ അത് രണ്ടുപേരുടെയും ആത്മീയ അധപ്പതനത്തിനും തകർച്ചയ്ക്കും പിശാചിനെ ജയിക്കുവാൻ തക്കവണ്ണമുള്ള അവസരം ഉണ്ടാകുമെന്നും ദൈവവചനം ഓർമ്മിപ്പിക്കുന്നു. नहीं तो परमेश्वर का वचन ये भी याद दिलाता है कि अगर वो ऐसा नहीं करते हैं तो क्या होगा, वो दोनों की आत्मिक रूप से गिरने का कारण बनेगा, शैतान को उससे मौका मिलेगा। ഇവിടെ നമ്മൾ വായിക്കുന്നത് സഭയ്ക്ക് പുറത്തുള്ളവരോട് പോലും നമ്മൾ ശത്രുത കാണിക്കരുതെന്നാ. यहाँ पर हमें ये बताया गया है कि कलीसिया से बाहर जो लोग हैं उनके प्रति भी हमें दुश्मनी नहीं रखनी है। നമ്മുടെ ചുറ്റുപാടുമുള്ളവരോട്, നമ്മുടെ അയൽപക്കക്കാരോട് അവരെത്ര ദോഷികളാണെങ്കിലും ശരി, അല്ലെങ്കിൽ നമ്മുടെ അധികാരികളോട് അവരെത്രമാത്രം നമ്മളെ ഉപദ്രവിക്കുന്നവരായാലും ശരി, നിയമങ്ങൾ കൊണ്ടുവന്ന് നമ്മളെ പീഡിപ്പിക്കുന്നവരായാലും ശരി, ആരോടും നമ്മുടെ ഹൃദയത്തിൽ പകയോ വിദ്വേഷമോ ഉണ്ടാകരുത്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. हमारे आसपास के लोग
हमारे पड़ोसी लोग वो चाहे कितने भी बुरे हों, हमारे अधिकारी लोग वो चाहे कितने भी दुष्ट हो, नियम कानून लाकर हमें कितना भी सताने की, प्रताड़ित करने की कोशिश क्यों ना करते हो, किसी के भी प्रति हमारे मन में कोई बैर नहीं होना चाहिए, कोई नफरत या कड़वाहट नहीं होनी चाहिए। उनके लिए हमें दुआ करनी है कि परमेश्वर उनके मनों को बदलने पाए। നമ്മൾ ചോദിക്കും ഇത്രയും നാൾ എന്നിട്ട് മാറ്റം എന്താ സംഭവിക്കാഞ്ഞ് അവർ മാറിയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഇത്രയും നാൾ അവരെ അനുഗ്രഹിക്കാൻ തക്കവണ്ണം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ. അവരെ ജയിക്കുവാനും അവരെ തകർക്കണമെന്നും അവരെ നശിപ്പിക്കണമെന്നും അവരെ കീഴ്പ്പെടുത്തണമെന്നും അല്ലേ നിങ്ങൾ ഇത്രയും നാളും പ്രാർത്ഥിച്ചത്? अगर आप पूछेंगे कि अभी तक तो ऐसा बदलाव नहीं आया, तो इसका कारण ये है कि अभी तक तो आपने उनके लिए क्या प्रार्थना की? ऐसी प्रार्थना तो नहीं की कि प्रभु उनको आशीष दे, उनको आगे बढ़ा और उनके मनों को बदला। अभी तक आप क्या कर रहे थे? उनको कोस रहे थे, उनकी बर्बादी की कामना कर रहे थे। अभी तक आप उनके नाश की कामना कर रहे थे। അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മുടെ പ്രാർത്ഥനയൊന്ന് മാറ്റട്ടെ. അവരുടെ മേലുള്ള ജയത്തിന് വേണ്ടി, അവരെ തകർക്കുന്നതിന് വേണ്ടി, അവരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, ഞങ്ങൾ ഈ അനുഭവിക്കുന്ന സന്തോഷത്തിലേക്ക് അവർ വരുവാൻ തക്കവണ്ണം അവരുടെ ഹൃദയങ്ങളെ തുറക്കണമേ, ഞങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കണമേ, ഞങ്ങളുടെ സ്നേഹിതരാക്കി മാറ്റണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ഈ ദിവസങ്ങളിൽ മാറ്റം സംഭവിക്കും. आज से हमारी प्रार्थना में एक बदलाव आने पाए, उनकी बर्बादी के लिए, उनके खात्मे के लिए प्रार्थना करने की बजाय हम ये प्रार्थना करें कि प्रभु हमें जो शांति मिली है, हमें जो आनंद मिला है, वो उनकी जिंदगी में आने पाए, उन्हें हमारे अनुकूल बनाओ, उनके मनों को बदल। अगर आप सच्चाई से ये प्रार्थना करेंगे तो इन दिनों में आप एक बदलाव को देखेंगे। ഈ വാക്യങ്ങളിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. ഈ ലോകത്തിൽ പോലും ഒന്ന് നോക്കിക്കേ. 46, 47, 48 വാക്യങ്ങളിൽ നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? 46, 47 और 48वां वचन आप देखिए, यहाँ लिखा है कि यदि तुम अपने प्रेम रखने वालों ही से प्रेम रखो तो तुम्हारे लिए क्या फल होगा? क्या महसूल लेने वाले भी ऐसा ही नहीं करते? ശരിയല്ലേ? ഭീകരവാദികൾ പോലും അവർ തമ്മിൽ വലിയ സ്നേഹമല്ലേ? അവർ തമ്മിൽ ഹാൻഡ് ഷേക്ക് ചെയ്യത്തില്ലേ? അപ്പൊ നമ്മൾ പറയാ നമ്മുടെ കൂട്ടരോട് മാത്രം നമുക്ക് ഭയങ്കര സ്നേഹമാണെന്ന് പറഞ്ഞാൽ ദൈവം പറയുന്നു അതുകൊണ്ട് എന്താ പ്രയോജനം? ലോകത്തിലുള്ളവരും എന്നെ അറിയാത്തവരും അവർ തമ്മിൽ സ്നേഹം കാണിക്കുന്നുണ്ട് അവരുടെ പാർട്ടികളിലൊക്കെ. क्या ये सही नहीं है कि यहाँ तक कि आतंकवादी लोग भी, उनका भी आपस में प्रेम होता है, वो आपस में एक दूसरे से हाथ मिलाते हैं? यहाँ भी परमेश्वर कह रहा है कि अगर तुम सिर्फ अपने प्रेम रखने वालों से ही प्रेम रखते हो तो उससे तुम्हें क्या फायदा है? क्या ऐसा दुनिया वाले नहीं करते? जो मुझे नहीं जानते वो भी अपनी पार्टियों में आपस में एक दूसरे से हाथ मिलाते हैं, उनका भी आपस में प्रेम होता है। 47 വാക്യം പറയുന്നത് സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വിശേഷതയുള്ളൂ? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? 47वां वचन, यदि तुम केवल अपने भाइयों ही को नमस्कार करो तो कौन सा बड़ा काम करते हो? क्या अन्य जाति भी ऐसा ही नहीं करते? അതിന്റെ അർത്ഥം ഇതാണ്, നമ്മുടേതല്ലാത്തവരെ, നമ്മളോട് എതിർത്ത് നിൽക്കുന്നവരെ, നമുക്ക് അനുകൂലമല്ലാത്തവരോടും നാം സ്നേഹത്തോടും സൗമ്യതയോടും സന്തോഷത്തോടും ഇടപെടുന്നുവെങ്കിൽ, അവർ നമ്മളെ ഉപദ്രവിക്കാൻ വരുമ്പോൾ സഹിഷ്ണുതയോടെ അവരോട് ചിരിച്ചു കാണിക്കുന്നുവെങ്കിൽ, അവരെ സ്നേഹിക്കുന്നുവെങ്കിൽ, അവർക്ക് ചെയ്തു കൊടുക്കുവാൻ കഴിയുന്ന നന്മകൾ ചെയ്തു കൊടുക്കുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും അവിടെയാണ് നമ്മൾ ദൈവമക്കളാണെന്നും അത്യുന്നതനായ ദൈവത്തിന്റെ മക്കളാണെന്നും ക്രിസ്തുവിന്റെ ശിഷ്യരാണെന്നും ലോകത്തിന് വെളിപ്പെടുന്നത്. इसका मतलब ये है कि जो हमें सताने के लिए आता है, जो हमें परेशान करने के लिए आता है, उसको भी देखकर अगर हम मुस्कुराते हैं, उसके लिए भी हमसे जो बन पड़ता है वो भलाई अगर हम करने के लिए तैयार रहते हैं, उसके सामने भी हम अगर नम्रता और दीनता के साथ में बर्ताव करने के लिए तैयार रहते हैं, तो उनको पता चलेगा कि हम परमेश्वर की संतान है। 48 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. 48वां वचन कहता है, इसलिए चाहिए कि तुम सिद्ध बनो जैसा तुम्हारा स्वर्गीय पिता सिद्ध है। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, സ്വർഗത്തിലെ പിതാവിന്റെ മക്കളാണ് നമ്മളെന്ന് പറയുകയാണെങ്കിൽ സ്വർഗത്തിലെ പിതാവിന്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം. मुझे सुनने वाले भाइयों, अगर हम खुद को स्वर्ग के पिता की संतान कहते हैं तो स्वर्ग के पिता का स्वभाव हमारे अंदर होना चाहिए। ഒരു വളരെ ചെറിയ ഒരു ദൃഷ്ടാന്തത്തിൽ പറയുകയാണെങ്കിൽ ഞാനൊന്ന് കാര്യം ചോദിക്കട്ടെ. ഒരു ആടിന്റെ കുട്ടിയാണ് ആട്ടിൻകുട്ടി. ഈ ആട്ടിൻകുട്ടി പെരുമാറുന്നത് ആടിനെ പോലെയാണ് അല്ലേ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു കാക്ക കുഞ്ഞ് പെരുമാറുന്നത് കാക്കയുടെ കൂട്ടാ, ഒരു മനുഷ്യ കുഞ്ഞ് പെരുമാറുന്നത് മനുഷ്യന്റെ കൂട്ടാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ ജനിക്കപ്പെട്ട നമ്മൾ പെരുമാറുന്നത് സർവശക്തനായ ദൈവത്തിന്റെ സ്വഭാവത്തിലായിരിക്കണം. छोटा सा उदाहरण अगर मैं बताऊं तो भेड़ का जो बच्चा है, मेमना, वो भेड़ की तरह बर्ताव करता है। कौवे का बच्चा जो कौवे की तरह बर्ताव करता है। इंसान का जो बच्चा, वो अगर हम परमेश्वर की संतान है तो इसका मतलब हमें उस व्यक्ति को परमेश्वर की तरह व्यवहार करना, उसकी आदतें परमेश्वर की तरह होनी चाहिए।
കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. ഈ ലോകം കർത്താവിനെ കാണുന്നത് നമ്മളിലൂടെ ആയിരിക്കണം. क्योंकि परमेश्वर का पवित्र आत्मा हमारे अंदर बसता है, तो ये दुनिया हमें उसी के माध्यम से देखने और जानने पाए। നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിക്കുന്നതൊക്കെയും പുറത്തുള്ള നമ്മുടെ പ്രതികരണത്തെ കുറിച്ചല്ല, അകത്തു വരേണ്ട ആ റാഡിക്കൽ ചേഞ്ചിനെ കുറിച്ചാ സഹോദരങ്ങളെ. इन दिनों में हम जो सीख रहे हैं वो हमारे बाहरी बर्ताव में बदलाव की बात नहीं कर रहे हैं, हम हमारे अंदर एक 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 पूर्ण एक कट्टर बदलाव की, अंदर सोच में बदलाव की हम बात कर रहे हैं। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ ആരെങ്കിലും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ഗൗരവത്തോടെ എടുക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ എനിക്കൊരു പുതിയ ഹൃദയം അങ്ങയുടെ പരിശുദ്ധ ആത്മാവിനാൽ തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കാം. अगर मेरी बात को सुनने वाला कोई भी व्यक्ति मसीही जिंदगी को गंभीरता से लेने वाला है, तो इन दिनों में हम ये प्रार्थना करेंगे, प्रभु इन दिनों में अपने आत्मा के द्वारा मेरे स्वभाव को बदल, मेरे अंदर एक नया मन दे। നമ്മുടെ ഹൃദയത്തിനകത്ത് മാറ്റം വരുമ്പോൾ നമ്മുടെ ജീവിതം മാറും. നമ്മുടെ ജീവിതം മാറുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആ മാറ്റം ഉണ്ടാകും. നമ്മൾ കടന്നു ചെല്ലുന്നിടത്തൊക്കെ എല്ലാ സാഹചര്യങ്ങളിലും ആ മാറ്റങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. जब हमारे मन में बदलाव आएगा तो हमारी जिंदगी में बदलाव आएगा, हमारी जिंदगी में बदलाव आएगा तो हमारी परिवार में एक बदलाव आएगा, और जहां जहां हम जाएंगे वहां की हमारी परिस्थितियों में, माहौल में एक बदलाव आएगा। കർത്താവിന്റെ സന്നിധി നമ്മളെ തന്നെ താഴ്ത്തി കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. हम अपने आप को प्रभु के सामने समर्पित करेंगे, प्रार्थना करेंगे। പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ശ്രേഷ്ഠമേറിയ അങ്ങയുടെ തിരുവചനത്തെ അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങൾക്ക് തന്നതോർത്ത് സ്തുതിക്കുന്നപ്പ. ഇന്നത്തെ രാത്രി ദൈവവചനം കേട്ട അങ്ങയുടെ ജനത്തിന്റെ ഹൃദയത്തോട് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ വചനപ്രകാരം ജീവിക്കാനുള്ള ഒരു ഇച്ഛ, ഒരു ആഗ്രഹം അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ തന്നാട്ട് കർത്താവ് എല്ലാവരുടെയും ഹൃദയങ്ങളെ ഒന്ന് തുറക്കുമാറാകണമേ കർത്താവ്. ഒരു പുതിയ ജീവിത അനുഭവത്തിലേക്ക് ഓരോരുത്തരെയും മാറ്റുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ എടുക്കുന്ന ഈ സമയം കർത്താവെ ഞങ്ങളുടെ അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർത്താട്ട് സ്തോത്രം. അങ്ങയുടെ ദാസനെയും ഇന്നത്തെ രാത്രി ഉപയോഗിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട തിരുവചനങ്ങളെ ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം, അങ്ങയുടെ ജനത്തിന് മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായി അത് പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ ദാസന്റെ മേൽ പകർന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിച്ചടിയൻ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ മാനിക്കണമേ, കുടുംബത്തെ അനുഗ്രഹിക്കണമേ, കർത്താവ് സൂക്ഷിക്കുമാറാകണമേ, മാനിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ ജനത്തിനായി, ഞങ്ങളുടെ ദാസിദാസന്മാർക്കായിട്ട് സ്തോത്രം കർത്താവെ. മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ തക്കവണ്ണം പ്രിയദാസനെയും കർത്താവ് ഉപയോഗിച്ചല്ലോ. അങ്ങയുടെ ദാസനെയും കുടുംബമായിട്ട് അനുഗ്രഹിച്ചായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പച്ച ഞങ്ങളെല്ലാവരും അങ്ങയുടെ നാമം മഹിമപ്പെടുത്തുന്നവരായി, അങ്ങയുടെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നവരാക്കി കർത്താവ് ഈ ഭൂമിയിൽ ഞങ്ങളെ സൂക്ഷിച്ചാട് സ്തോത്രം. തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തി